കേരളത്തിലെ മിക്ക മഹാക്ഷേത്രങ്ങളിലേതും പോലെ ഭീമാകാരമായ വട്ട ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേ ഉള്ളൂ. അത് ചെമ്പു മേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടമുണ്ട്. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ കിഴക്കേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 3.5 അടിയോളം ഉയരം വരുന്ന ശിവലിംഗം 2.5 അടി ഉയരം വരുന്ന പീഠത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവന് പ്രിയപ്പെട്ട കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിന് 3/4 ഭാഗവും മറഞ്ഞിരിക്കും. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഏറ്റുമാനൂരപ്പൻ ശിവലിംഗമായി ശ്രീലകത്ത് വാഴുന്നു. ശ്രീകോവിലിന് ചുറ്റും മനോഹരമായ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളുമുണ്ട്. വാമനമൂർത്തി, അഷ്ടാവക്ര മഹർഷി, ലക്ഷ്മി ഭൂമി സമേതനായ മഹാവിഷ്ണു, പത്നി സമേതനായ ഗണപതി, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണന്റെ രാസലീല, സൂര്യഭഗവാൻ തുടങ്ങിയവ ഇവയിൽ കാണാം. ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും കുടികൊള്ളുന്നു. ഗണപതിയുടെ വിഗ്രഹം കാണണമെങ്കിൽ അല്പം ചെരിഞ്ഞു നോക്കേണ്ടതുണ്ട്. കിഴക്കേ നടയിൽ ഒരു നട അടഞ്ഞതായി കാണാം. ഇവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിച്ചു വരുന്നു. ആ നട തുറക്കാറില്ല. പകരം വിളക്കുവയ്പ് മാത്രമേ ഉള്ളൂ. ശ്രീകോവിലിന്റെ വടക്കുഭാഗത്ത് ഓവ് കാണാം. അഭിഷേക ജലം അതിലൂടെ ഒഴുകിപ്പോകുന്നു. ശിവക്ഷേത്രമായതിനാൽ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല. വട്ട ശ്രീകോവിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലേതും പോലെ ഏറ്റുമാനൂരിലും പ്രതിഷ്ഠ തറനിരപ്പിൽ നിന്നും വളരെ പൊങ്ങിയാണ് കാണപ്പെടുന്നത്. അതിനാൽ പ്രതിഷ്ഠ കാണണമെങ്കിൽ ശ്രീകോവിലിന് നേരെ മുന്നിൽ തന്നെ നിൽക്കണം. ശ്രീകോവിലിന് മുന്നിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിരിക്കുന്നു. 16 കാലുകളാണ് ഈ മണ്ഡപത്തിന്. ചെമ്പും മേഞ്ഞ നമസ്കാര മണ്ഡപത്തിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടമുണ്ട്. രാമായണം, ഭാഗവതം തുടങ്ങിയ കഥകളിൽ നിന്നുള്ള പല കഥകളും ഇവിടെ ശില്പങ്ങളായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. മണ്ഡപത്തിൻ്റെ വടക്കു പടിഞ്ഞാറും വടക്കു കിഴക്കും മൂലകളിലെ തൂണുകളിൽ യഥാക്രമം ദുർഗാദേവിയും യക്ഷിയമ്മയും കുടികൊള്ളുന്നു. മണ്ഡപത്തിൻ്റെ കിഴക്കേ അറ്റത്ത് 2 നന്ദി വിഗ്രഹങ്ങളുണ്ട്. ഒന്ന് ഓടുകൊണ്ടും മറ്റേത് ശില കൊണ്ടും നിർമ്മിച്ചതാണ്. ഇവയിൽ ഓടുകൊണ്ടുള്ള വിഗ്രഹം ഒരു ചെമ്പകശ്ശേരി രാജാവ് തൻ്റെ വയറുവേദന സുഖപ്പെട്ടതിനെ തുടർന്ന് നടക്കി വെച്ചതാണ്. ഉത്സവകാലത്തും മറ്റും വേദനിക്ഷാർച്ചനയും കലശപൂജയും നടക്കുന്നതും ഈ മണ്ഡപത്തിലാണ്. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. ചെമ്മേഞ്ഞാണ് നാലമ്പലവും നിലകൊള്ളുന്നത്. നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിട്ടുണ്ട്. അഷ്ടദിക് പാലകർ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ കാണാം. ശീവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു. ശ്രീകോവിലിൻ്റെ വടക്കുഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശാസ്താവിൻ്റെ ശ്രീകോവിൽ കാണാം. ശബരിമലയ്ക്ക് പോകുന്നവർ ഇതിൻ്റെ മുന്നിൽ വന്നാണ് മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും. ശാസ്താ ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് ക്ഷേത്രക്കിണർ പണിതിരിക്കുന്നു. തെക്കുകിഴക്കു ഭാഗത്ത് പതിവ് പോലെ തിടപ്പള്ളിയാണ്. ശ്രീകോവിലിൻ്റെ പുറം ചെരുവുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു. ദിവസവും സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് ഇവിടം ദീപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. വിളക്കുമാടം പിച്ചള പൊതിഞ്ഞ് സ്വർണം പൂശി മനോഹരമാക്കിയിട്ടുണ്ട്. 1000-ലധികം വിളക്കുകൾ ഇവിടെയുണ്ട്. ഉപദേവതകൾ ഗണപതി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പ്രധാന ശ്രീകോവിലിന് തെക്കേ നടയിലെ ത്വരത്തിൽ തെക്കോട് ദർശനമായാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത്. 3 അടിയോളം ഉയരം വരുന്ന ചതുർബാഹു വിഗ്രഹം മഹാഗണപതിയുടെ രൂപത്തിലാണ്. വിഘ്നേശ്വര പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യവും ഗണപതി ഹോമം നടന്നു വരുന്നുണ്ട്. ഒറ്റയപ്പം, മോദകം, കറുകമാല, നാളികേരമുടയ്ക്കൽ തുടങ്ങിയവയാണ് ഗണപതിക്ക് പ്രധാന വഴിപാടുകൾ. ദക്ഷിണാമൂർത്തി. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രപഞ്ചത്തിൻ്റെ ആദ്യ ഗുരുവായി അറിയപ്പെടുന്ന ദക്ഷിണാമൂർത്തി ശിവന്റെ ഒരു വകഭേദമാണ്. വിദ്യാഭ്യാസ പുരോഗതിക്ക് സരസ്വതിക്കും ഗണപതിക്കുമൊപ്പം ദക്ഷിണാമൂർത്തിയെയും പൂജിക്കാറുണ്ട്. ഏറ്റുമാനൂരിലെ ശ്രീകോവിലിൻ്റെ തെക്കേ നടയിലെ ത്വരത്തിൽ തെക്കോട്ട് ദർശനമായാണ് ഗണപതിക്കൊപ്പമാണ് ദക്ഷിണാമൂർത്തിക്കും പ്രതിഷ്ഠ. മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇവിടെ വന്ന് ദർശനം നടത്തിയിരുന്നതായി അറിയപ്പെടുന്നു. ശിവസാന്നിധ്യമുള്ളതുകൊണ്ട് ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും ദക്ഷിണാമൂർത്തിക്കും നടത്താറുണ്ട്. ധർമ്മശാസ്താവ്. നാലമ്പലത്തിനകത്ത് വടക്കുഭാഗത്താണ്
പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. 2 അടിയോളം ഉയരം വരുന്ന വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ്. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നതാണ് പ്രധാന വഴിപാട്. അപ്പം, അട, പായസം, നെയ്യഭിഷേകം തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും ഈ ശാസ്താവിൻ്റെ നടയിലാണ്. ശനിയാഴ്ച ആണ് പ്രധാന ദിവസം. ദുർഗ നമസ്കാര മണ്ഡപത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ തൂണിലാണ് ദുർഗ ഭഗവതിയുടെ പ്രതിഷ്ഠ. അഷ്ടബാഹുക്കളോടുകൂടിയ ഉഗ്രരൂപിണിയാണ് ഭഗവതി. ഐശ്വര്യദായിനി. മഹിഷാസുരനെ വധിച്ച ശേഷമുള്ള ഭാവമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഞ്ഞൾ, കുങ്കുമാർച്ചന, നെയ്പായസം തുടങ്ങിയവയാണ് ഭഗവതിക്ക് പ്രധാന വഴിപാടുകൾ. ചൊവ്വ, വെള്ളി, പൗർണമി തുടങ്ങിയവയാണ് പ്രധാന ദിവസങ്ങൾ. യക്ഷിയമ്മ ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൻ്റെ വടക്കു കിഴക്കേ തൂണിലാണ് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ. വാൽക്കണ്ണാടി നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് യക്ഷിയമ്മയ്ക്ക്. ദിവസവും വിളക്കുവയ്പും ഇളനീരും വറപ്പൊടിയുമല്ലാതെ മറ്റു വഴിപാടുകളൊന്നുമില്ല. നാഗദൈവങ്ങൾ നാലമ്പലത്തിന് പുറത്ത് വടക്കു കിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ഡിയും ചിത്രകൂടവും മറ്റ് സർപ്പങ്ങളും അടങ്ങിയതാണ് ഈ തറ. നൂറുംപാലും പുറ്റും മുട്ടയും മഞ്ഞൾപ്പൊടി, അഭിഷേകം തുടങ്ങിയവയാണ് നാഗദൈവങ്ങൾക്ക് പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശൈവീര്യങ്ങളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. പുലർച്ചെ 3 മണിക്ക് നിയമവെടിയോടെയും ശംഖനാദത്തോടെയും പള്ളി ഉണർത്തൽ. തുടർന്ന് 4 മണിക്ക് നട തുറക്കും. തുടർന്ന് അരമണിക്കൂർ നിർമ്മാല്യ ദർശനം. പിന്നീട് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നു. അഭിഷേകം കഴിഞ്ഞാൽ നിവേദ്യം. പിന്നീട് ഉഷപൂജ. ഉഷപൂജയ്ക്ക് മാധവി പള്ളിപൂജ എന്നൊരു പേരുണ്ട്. ഇതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം ഇതാണ്. കോഴിക്കോട് സാമൂതിരിക്ക് മാധവി എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. യൗവനാരംഭത്തിൽ അവൾക്ക് ഒരു ഗന്ധർവൻ്റെ ആവേശമുണ്ടായി. ഇതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സകൾ നടത്തിയിട്ടും കാര്യമുണ്ടായില്ല. തുടർന്ന് ഏറ്റുമാനൂരിൽ ഭജനമിരുത്തുകയും രോഗം മാറുകയും ചെയ്തു. പിന്നീട് സാമൂതിരി ഉഷപൂജയ്ക്ക് സഹോദരിയുടെ പേരു നൽകി. ഇത് തൻ്റെ വകയാക്കി മാറ്റി. ഉഷപൂജ കഴിഞ്ഞ ഉടനെ എതിരേറ്റു പൂജ അഥവാ ഏതൃത്വ പൂജ തുടങ്ങും. സൂര്യോദയ സമയത്താണ് ഈ പൂജ നടക്കുന്നത്. പിന്നീട് തൻ്റെ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ഭഗവാൻ ഇറങ്ങുന്നു. ഇതാണ് കാലത്തെ ശിവി. മേൽശാന്തി ശ്രീകോവിലിൽ നിന്നിറങ്ങി ബലിക്കല്ലുകളിൽ ബലി തൂക്കുന്നു. തുടർന്ന് തിടമ്പ് കയ്യിലെടുത്ത് കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു. ശിവേലിക്ക് എല്ലാ ക്ഷേത്രവാദ്യങ്ങളും അകമ്പടി സേവിക്കുന്നു. ശിവേലിക്ക് ഭഗവാന്റെ പിന്നാലെ ഭക്തരും പ്രദക്ഷിണം വയ്ക്കുന്നു. അവസാന പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണമായിരിക്കും. നിഴലിന് 12 അടി നീളം വരുന്ന സമയത്ത്, അതായത് രാവിലെ 8 മണിക്ക് പന്തീരടി പൂജ തുടങ്ങും. പന്തീരടി പൂജ കഴിഞ്ഞ ഉടനെ ധാര തുടങ്ങും. പിന്നീട് നവകാഭിഷേകം, ഉച്ചപൂജയും ശിവേലിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിയോടെ നട അടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്ത് ദീപാരാധന നടക്കുന്നു. പിന്നീട് അത്താഴ പൂജയും ശിവേലിയും അവ കഴിഞ്ഞാൽ തൃപ്പുക തുടങ്ങുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്രീകോവിലിൽ അഷ്ടഗന്ധം പുകയ്ക്കുന്ന ചടങ്ങാണിത്. തൃപ്പുക കഴിഞ്ഞ് രാത്രി 8 മണിയോടെ വീണ്ടും നടയടിക്കുന്നു. ശബരിമലയിൽ തന്ത്രാവകാശമുള്ള ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിനാണ് ഇവിടെയും തന്ത്രാവകാശം കിട്ടിയിരിക്കുന്നത്. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി 10 ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ആറാട്ടിന് 10 ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷ ശിവേലിയും 2ാം ദിവസം മുതൽ ഉത്സവ ബലിയും നടന്നു വരുന്നു. ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൽ ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കും. കൊടിയേറ്റ ദിവസം ഒഴികെയുള്ള 9 ദിവസവും വേലകളിയും ഇതിനോടനുബന്ധിച്ചുണ്ടാകും. 8ാം ദിവസമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആസ്ഥാന മണ്ഡപ ദർശനം. അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുത്തും. തുടർന്ന് ഇതിന് നേരെ മുമ്പിൽ ഒരു വലിയ പാത്രം കൊണ്ടുവയ്ക്കും. ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തർ അപ്പോൾ തങ്ങളെ കൊണ്ടാകുന്ന ഒരു
അളവ് പണം ഏറ്റുമാനൂരപ്പന് കാണിക്കയായിടും. ഇതിനെ വലിയ കാണിക്ക എന്നാണ് പേര്. ആദ്യം ചെങ്ങന്നൂർ പൊന്നൂരോട്ട് മഠത്തിലെ പണ്ടാര പ്രതിനിധിയാണ് കാണിക്കയിടുക. തുടർന്ന് ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങളും ഭക്തരും കാണിക്കയിടും. ഇതേ സമയത്ത് 4 പേർ ചേർന്ന് 7.5 പൊന്നാനകളെയും തോളിലേറ്റിക്കൊണ്ടുവന്ന് മണ്ഡപത്തിൽ വയ്ക്കും. 9-ാം ദിവസമാണ് പള്ളിവേട്ട. രാത്രി വിളക്കെഴുന്നള്ളിപ്പിനിടയിൽ 3 ആനകളുടെ അകമ്പടിയോടെ ഭഗവാൻ പടിഞ്ഞാറേ നടയിലൂടെ പുറത്തു കിടന്ന് അടുത്തുള്ള കാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു മരത്തിൽ പ്രത്യേകം തീർത്ത സ്ഥലത്ത് ഭഗവത് പ്രതിനിധിയായ കുറുപ്പ് അമ്പെയ്യുന്നു. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വയ്ക്കുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഭഗവാൻ പിന്നീട് രാവിലെ വളരെ വൈകിയാണ് എണീക്കുന്നത്. അന്ന് രാത്രിയാണ് ആറാട്ട് നടക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്ന് 2 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറ്റിലെ പേരൂർ പൂവത്തങ്കടലിലാണ് ആറാട്ട്. ഇതിന് തൊട്ടടുത്ത് പേരൂർക്കാവ് എന്നൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പേരൂർക്കാവിലമ്മ ഏറ്റുമാനൂരപ്പൻ്റെ മകളാണെന്നാണ് വിശ്വാസം. വാദ്യമേളങ്ങളോടെയും 6 ആനകളുടെ അകമ്പടികളോടെയും ആറാട്ടെഴുന്നള്ളിപ്പ് പേരൂർക്കാവിലെത്തുമ്പോൾ ഭഗവതി അച്ഛനെ വരവേൽക്കാൻ നിറപറയും നിലവിളക്കുമായി നിൽക്കുന്നു. തുടർന്ന് അടുത്ത തവണ കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്ത് ഏറ്റുമാനൂരപ്പൻ ആറാട്ടിന് പോകുന്നു. ഒടുവിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് വാദ്യമേളങ്ങളില്ലാതെ തിരിച്ചു പോകുന്നു. ഇതേ സമയത്ത് അക്കരെ തിരുവഞ്ചൂര് പാറാമ്പുഴ പെരിങ്ങല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലും ആറാട്ടുണ്ടാകും. രണ്ടും ഒരേ സമയം നടത്തുന്നത് ഒരു പ്രത്യേകതയാണ്. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ പേരൂർ ചാലക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇറക്കി പൂജയുമുണ്ട്. ഈ സമയത്ത് ഭഗവാൻ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ നിറഞ്ഞ ശങ്കരനാരായണനായി സങ്കല്പിക്കപ്പെടുന്നു. പൂജ കഴിഞ്ഞാൽ ഭക്തർക്ക് വിഭവസമൃദ്ധമായ ആറാട്ട് സദ്യയുമുണ്ട്. ചാലക്കൽ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂരപ്പന് കാണിക്കയിടുന്നതും പതിവാണ്. ആറാട്ടെഴുന്നള്ളിപ്പ് സമയത്തും 4 പേർ 7.5 പൊന്നാനകളെയും ചുമന്നുകൊണ്ടു പോകുന്നത് കാണാം. എഴുന്നള്ളിപ്പ് സമയത്ത് ക്ഷേത്രത്തിലെത്തുമ്പോൾ ഭക്തർ നിറപറയും നിലവിളക്കും നൽകി ഭഗവാനെ സ്വീകരിക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിനു ചുറ്റും 7 തവണ പ്രദക്ഷിണം വയ്ക്കുന്നു. പ്രദക്ഷിണത്തിനു ശേഷം കൊടിയിറങ്ങുന്നതോടെ 10 ദിവസത്തെ ഉത്സവം സമാപിക്കുന്നു. മഹാശിവരാത്രി കുംഭമാസത്തിൽ കറുത്ത ചതുർദശി ദിനമാണ് ശിവരാത്രിയായി ആചരിച്ചു വരുന്നത്. കാളകൂടം കുടിച്ച് അപകടാവസ്ഥയിലായ ശിവനു വേണ്ടി ദേവകൾ ഉണർന്നിരിക്കുന്ന ദിവസമായും ആരട വലിയവൻ എന്ന് ചോദിച്ച് വഴക്കിടുന്ന ബ്രഹ്മാവിനും വിഷ്ണുവിനും മുമ്പിൽ ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിനമായും ഇത് കണക്കാക്കപ്പെടുന്നു. ശിവരാത്രി ദിവസം ഏറ്റുമാനൂർ ക്ഷേത്രനട 1 മണിക്കൂർ നേരത്തെ തുറന്ന് നിർമ്മാല്യം നടത്തും. അന്ന് ക്ഷേത്രത്തിൽ മുടങ്ങാതെ അഭിഷേകം നടത്തും. ശിവരാത്രിയോടനുബന്ധിച്ച് ത്രിവേദ ലക്ഷാർച്ചനയും വിശേഷാൽ കലാപരിപാടികളും വെടിക്കെട്ടും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് സന്ധ്യയ്ക്കുള്ള ശയനപ്രദക്ഷിണം. നിരവധി ഭക്തർ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനോടെ കൊടിമരത്തിന് മുന്നിലെത്തി നിലത്തുകിടന്ന് ഉരുളാൻ തുടങ്ങുന്നു. ശിവരാത്രി നാളിൽ 18 പൂജകളുണ്ട്. അന്ന് രാത്രി ക്ഷേത്രനട അടയ്ക്കില്ല. പകരം രാത്രിയിലെ ഓരോ യാമത്തിലും യാമപൂജയും അതോടനുബന്ധിച്ച് കലശാഭിഷേകവും നടക്കാറുണ്ട്. ഇത് തൊഴാൻ രാത്രിയിൽ ഭക്തർ ഉറക്കമൊഴിഞ്ഞ് ക്ഷേത്രത്തിൽ താമസിക്കാറുമുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിനോടടുത്ത് 200 മീറ്ററിനുള്ളിൽ തന്നെ ഒരു അന്തിമഹാകാളൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്.